ഇന്ത്യൻ സിനിമയുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്ത് വരുന്ന 14-ാം തീയതി പുള്ളിയുടെ കൂലി എന്ന സിനിമ റിലീസ് ചെയ്യുകയാണ്. ഇതിനോടകം തന്നെ ടീസറൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ലോകേഷ് കനകരാജിൻ്റെ കഴിഞ്ഞ സിനിമ, അതായത് വിക്രമായിരുന്നാലും ലിയോ ആയിരുന്നാലും അതുപോലെ വളരെ ഒരു ആയിട്ടുള്ള ഒരു ടീസറല്ല ഈ കൂലി എന്ന സിനിമയിൽ പുറത്തിറങ്ങിയിട്ടുള്ളത്. വളരെ സൈലൻ്റായിട്ട് ക്യൂട്ടായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് അത് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കുറേ കൂടെ പ്രതീക്ഷ ഉള്ളൊരു പടമാണ്. കാരണം എനിക്ക് ഈ 1986 വിക്രം എന്ന സിനിമയിൽ നിന്നാണ് ഇന്ന് ഇപ്പോഴത്തെ പുതിയ വിക്രം എന്ന സിനിമ ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ രജനീകാന്തിൻ്റെ 1981 തീ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിൽ നിന്നാണ് ഇന്നത്തെ കൂലി എന്ന ഇപ്പോൾ 14-ാം തീയതി ഇറങ്ങാൻ പോകുന്ന കൂലി എന്ന സിനിമയിലേക്ക് വരുന്നത്. കൈദി എന്ന സിനിമയിലൂടെ ഗംഭീര പ്രകടനമൊക്കെ കാഴ്ചവെച്ച ലോകേഷ് കനകരാജ് ഇതിലും വളരെയധികം ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമായിരിക്കും ഇതിനകത്ത് വരുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഇൻഡസ്ട്രിയിലുള്ള, അതായത് അമീർ ഖാൻ, നാഗാർജുന, ഉപേന്ദ്ര, ഇങ്ങനെയുള്ള ഒരുപാട് നടന്മാർ, ശ്രുതി ഹസൻ, പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മുടെ സൗബിൻ, ഇവരൊക്കെ ഈ സിനിമയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഒരു 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കടന്നു വരുന്ന ഒരു ആളായിട്ടാണ് അതിൻ്റെ ഒരു ടീസറിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു തുറമുഖത്ത് വരുന്നു, അവിടെ കുറേ കണ്ടെയ്നറും കാര്യങ്ങളും, അവിടെ ഇറങ്ങുന്ന പ്രശ്നം, അതിനേക്ക് വരുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വളരെയധികം നിഗൂഢതകൾ എന്തൊക്കെയോ ഒളിപ്പിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഒരു പടമാണ് കൂലി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമ 400 കോടി രൂപ ബഡ്ജറ്റിൽ ആയിട്ട് സിനിമ ഇറങ്ങുമ്പോൾ 1000 കോടി രൂപയാണ് ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ രജനീകാന്തിൻ്റെ സിനിമയെ ഇതുവരെയുള്ള സിനിമയ്ക്കോ അല്ലെങ്കിൽ ലോകേഷ് കനകരാജിൻ്റെ ഇതുവരെയുള്ള സിനിമയ്ക്കോ കിട്ടാത്ത ഒരു A സർട്ടിഫിക്കറ്റാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ സിനിമ കാണാൻ പറ്റില്ല എന്നുള്ളൊരു നിബന്ധനയുണ്ട്. പണ്ടൊക്കെ നമ്മൾ സെക്സായിട്ടുള്ള ദൃശ്യങ്ങൾ കൂടുതൽ വരുമ്പോഴാണ് ഈ A സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. എന്നാൽ അത് കാലഘട്ടത്തിൻ്റെ ഓരോ മാറ്റങ്ങൾ കഴിഞ്ഞു വന്നു. ഇന്നും അതിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും ഇന്ന് നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ എന്ന സിനിമ, അതിൽ ഒരുപാട് വയലൻസ്, ബ്ലഡിൻ്റെയൊക്കെ ഒരു ദൃശ്യങ്ങൾ കൂടിയത് കൊണ്ടാണ് അതിനൊരു A സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ആ പടം വളരെയധികം വിജയിച്ചു. അതുപോലെ ഇതിലും കത്തിക്കുത്തുകൾ വളരെ കൂടുതലാണെന്ന് ഉള്ള കാര്യം ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു ഭാഗം വയലൻസിൻ്റെ ഒരു ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ലോകേഷ് കനകരാജിൻ്റെ സിനിമകളിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള ഒരു സിനിമയായിട്ട് കൂലി മാറും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സിനിമ കണ്ടിട്ട് പറയാം. പറഞ്ഞില്ലേ, ഈ ഒരു കാരണത്താൽ പടത്തിൻ്റെ ഒരു 1000 കോടി രൂപ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടു പറയാനേ പറ്റുള്ളൂ. അപ്പോൾ വരുന്ന 14-ാം തീയതി ഈ പടം റിലീസാവുകയാണ്. വരുന്ന 8-ാം തീയതി മുതൽ ഈ സിനിമയുടെ ടിക്കറ്റ് വിതരണം തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൂലി എന്ന സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും അടുത്തൊരു സിനിമയായിട്ട് വീണ്ടും വരാം. ബായ്.